UDFന്റെ ഇൻഷുറൻസ് പദ്ധതി തട്ടിപ്പാണ്. നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഞാൻ പറയും അത് ഒരു തട്ടിപ്പ് തന്നെയാണ്. ഇനിയും ഇവർ പ്രഖ്യാപിച്ച ആ 25 ലക്ഷം രൂപ, അതിൽ ഒരു കുടുംബത്തിന് 10,000 രൂപ വെച്ചാണെന്നിരിക്കട്ടെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം. നമുക്ക് ആ കണക്കൊന്ന് നോക്കിയാലോ? 77,163.7 കോടി രൂപയോളം വരും. ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കാൻ UDFനെ കൊണ്ട് സാധിക്കുമോ? ഇന്ത്യയിലെ സർക്കാരിനെ കൊണ്ട് സാധിക്കത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ പദ്ധതി കേരള ജനതയെ കബളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദ്ധതിയാണെന്നും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട പദ്ധതിയാണെന്നും. കേരള സർക്കാരിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ കണക്ക് പ്രകാരം ഏകദേശം 77 ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിൽ അധിവസിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നടന്ന ഒരു സെൻസസ്, അതായത് 2011 സെൻസസിന്റെ കണക്കാണ്. അതായത് ആ സെൻസസ് ആണ് ഇന്ത്യയിൽ അവസാനമായിട്ട് നടന്ന ഒരു സെൻസസ്. അതിനുശേഷം ഔദ്യോഗിക രേഖകളൊന്നും വെളിയിൽ വന്നിട്ടില്ല. അതിനും ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ തരാം. 2024-25 കാലഘട്ടത്തിൽ നടന്ന കേരള സർക്കാരിന്റെ ബഡ്ജറ്റിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് നീക്കിയിരിപ്പ്, അതായത് മാറ്റിവെക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ 5.5% മാത്രമാണ്. ഒരു സ്പെസിഫിക് എമൗണ്ട് ആയിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം 2023 കോടി രൂപയോളം വരികയും ചെയ്യും. എന്നാൽ പല വകുപ്പുകളിലേക്ക് ആരോഗ്യ മേഖലയുടെ സഹായം എത്തിയത് ഏകദേശം 9,600 കോടി രൂപയ്ക്ക് മുകളിലാണ്. അതായത് ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുകയാണെങ്കിൽ 9,667 കോടി രൂപയോളം പല വകുപ്പുകളിലായിട്ട് ആരോഗ്യ വകുപ്പ് ചെലവാക്കിയിട്ടുണ്ട്. ഇനി ഇരിക്കട്ടെ, UDF ഈ പദ്ധതി കൊണ്ടുവന്നിട്ട് ഈ 77 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുകയാണെങ്കിൽ, എന്നാൽ ഈ ഇൻഷുറൻസ് തുകയിലെ 25 ലക്ഷം രൂപ ഞാൻ മുൻപ് പറഞ്ഞ 77 ലക്ഷം കുടുംബങ്ങൾക്കും ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം $19 ട്രില്യൺ വരും. അതായത് നമ്മുടെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്താൽ 184 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ഈ തുക വരും എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, UDF ജനങ്ങളെ ഈ ഒരു പദ്ധതിയിലൂടെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളത്. ശരിക്കും ഈ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ? ഇല്ല എന്ന് ഒരൊറ്റ ഉത്തരത്തിൽ പറയുവാനായിട്ട് സാധിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ, സംസ്ഥാന സർക്കാർ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ അതിന് ആരോഗ്യ മേഖലയ്ക്ക് നൽകാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ 5.5% തുക മാത്രമാണ്. ആ തുക എടുത്തുകൊണ്ട് ഇത്രയും വലിയ എമൗണ്ട്, ഏകദേശം ഞാൻ പറഞ്ഞില്ലേ 77 ലക്ഷം കുടുംബങ്ങൾക്ക് ഒരു 10,000 രൂപ വെച്ച് ഇവർ ചെലവാക്കിയാൽ ഏകദേശം എത്ര രൂപയാകും? 77,000 കോടി രൂപയ്ക്ക് മുകളിൽ വരില്ലേ? കേരള സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏകദേശം 5.5% മാത്രം ആരോഗ്യ വകുപ്പിന് ചെലവഴിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഈ 77,000 കോടി രൂപയോളം UDF സാധാരണപ്പെട്ട ഇവിടുത്തെ കുടുംബങ്ങൾ